ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിവിഷനാണ്. SCRT അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനാണ് കേട്ടോ. PYQസിൻ്റെ റിവിഷനാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് ഇതിലെ എല്ലാ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ 2 ക്ലാസ്സുകളും കറക്റ്റായിട്ട് കാണണം കേട്ടോ. അപ്പം കേരള ഹിസ്റ്ററി ഈ ഒരു പാർട്ട് കൂടെ ആകുമ്പോഴത്തേക്കും റിവിഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. വൈദ്യുത പ്രക്ഷോഭം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രക്ഷോഭമാണ്. നമ്മൾ കുറേ പ്രക്ഷോഭങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വൈദ്യുത പ്രക്ഷോഭത്തിൻ്റെ PYQ ആണ്. എന്തൊക്കെയാണ് PSC ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. എല്ലാം PYQ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഒരു പാർട്ടുകളിലായിട്ട് നടന്നു പോകുന്നത്. ഓക്കെ, 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇലക്ട്രിസിറ്റി സമരം? എവിടാണ് സംഘടിപ്പിച്ചത്? തൃശ്ശൂരാണ് കേട്ടോ. ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂരായിരുന്നു. ഓക്കെ, മറക്കല്ലേ. അപ്പോൾ കയ്യൂർ സമരം നോക്കിയേ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരെന്നാണ് ക്വസ്റ്റ്യൻ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയാണ്? കുഞ്ഞമ്പു നായരും ചിരുക്കണ്ടനുമാണ്. മറക്കല്ലേ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയാണ്? കുഞ്ഞമ്പു നായർ, ചിരുക്കണ്ടൻ. ഓക്കെ, കയ്യൂർ സമരം നടന്ന വർഷം 1941 കയ്യൂർ സമരം നടന്ന വർഷം. ഇനി സമരക്കാരിൽ നിന്ന് ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാരാണ്? സുബ്ബരായർ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണേ. കയ്യൂർ സമരത്തിലെ ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാരാണ്? സുബ്ബരായർ. ഇനി കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചതാരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചിരസ്മരണ എന്ന നോവൽ രചിച്ചതാരാണ്? നിരഞ്ജന. ഓക്കെ, നിരഞ്ജനയാണ് കേട്ടോ. അപ്പം നോക്കിക്കേ. ഇനി അടുത്ത് നോക്കിയേ. കയ്യൂറും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചതാരാണ്? AV കുഞ്ഞമ്പു ആണ് കേട്ടോ. AV കുഞ്ഞമ്പു ആണ്. കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയ കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചതാരാണ്? VV കുഞ്ഞമ്പു. അപ്പൊ കയ്യൂരും കരിവെള്ളൂരും ആരാണ്? AV കുഞ്ഞമ്പു. കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് VV കുഞ്ഞമ്പു കേട്ടോ. തമ്മിൽ തിരിഞ്ഞു പോകരുതേ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ? മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? EK നായനാർ. മറക്കല്ലേ. ഇനി കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ്? കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുമ്പോഴേ ഓർമ്മ വരണം ആരാണ്? KB മേനോൻ. ഡോക്ടർ KB മേനോൻ ആണ് കേട്ടോ. ഡോക്ടർ KB മേനോൻ. അതുപോലെ കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ് കേട്ടോ. അപ്പോൾ ഈ കീഴരിയൂർ ബോംബ് കേസിലെ ആക്രമണം നടന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ് കേട്ടോ. അപ്പം കീഴരിയൂർ ബോംബ് കേസിന്റെ ആക്രമണം നടന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. അതിന്റെ അറസ്റ്റിലായ നേതാക്കൾ ആരൊക്കെയാണ്? ഈ KB മേനോനും ഉണ്ട്. KB മേനോൻ ഓൾറെഡി ഉണ്ടെന്നറിയാം. പിന്നെ ആരാണ്? കുഞ്ഞിരാമക്കിടാവ് കൂടെ ഉണ്ട് കേട്ടോ. കുഞ്ഞിരാമക്കിടാവ്. ഓക്കെ, ഈ കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് തന്നെ ആരാണ്? KB മേനോനാണ് കേട്ടോ. KB മേനോൻ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ ആണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ. അപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിട്ട് ഒരു ബന്ധവും ഇവിടെ ഇല്ല കേട്ടോ. ഇത് വക്കം അബ്ദുൽ ഖാദർ വേറൊരാളാണ് കേട്ടോ. അപ്പം ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് ആരാ? വക്കം അബ്ദുൽ ഖാദർ. ഈ വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ച് നിങ്ങളൊന്ന് നോക്കിക്കേ. വക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായ INAയിൽ ചേർന്ന ഒരു ധീരനായ മലയാളിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ കേട്ടോ. അപ്പം അത് ഒന്ന് ഓർത്തിരിക്കണം. INA ആയിട്ട് റിലേറ്റഡ് ആണ് വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, അപ്പം പിന്നെ തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. മറക്കല്ലേ. അപ്പം അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ കർഷകർ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മുദ്രാവാക്യമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാ? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പുന്നപ്ര വയലാർ സമരം.
ഇനി പൗരസ്വാതന്ത്ര്യത്തിനും ജനായുത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണോ, ഈഴവ മെമ്മോറിയലാണോ, പുന്നപ്ര വയലാർ സമരമാണോ, അഞ്ചുതെങ്ങാണോ? ഏതാണ്? പുന്നപ്ര വയലാർ സമരം. അപ്പോൾ ഓർത്ത് വെച്ചേക്കോ, മറക്കരുത്. പൗരസ്വാതന്ത്ര്യത്തിനും ജനായുത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിന്റെ വർഷം ഏതാണ്? 1946. 1946. മറക്കല്ലേ, 1946. ഓക്കെ. അപ്പം ഇനി ഈ പുന്നപ്ര എവിടെയാണ്? പുന്നപ്ര വയലാർ ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. തുലാമ്പത്ത് സമരം എന്നും ഇതിനെ പറയുന്നുണ്ട്. തുലാമ്പത്ത് സമരം എന്നും പറയുന്നുണ്ട്. ഓക്കെ. ഈ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരാണ്? CP രാമസ്വാമി അയ്യർ. ഈ CP രാമസ്വാമി പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് CP രാമസ്വാമി കേട്ടോ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം ആരാ കൊണ്ടുവന്നത് തിരുവിതാംകൂറിൽ? ഏത് ദിവാനാണ്? CP രാമസ്വാമി അയ്യർ. അപ്പൊ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. ഓക്കെ. അപ്പം ഈ പുന്നപ്ര വയലാറിന്റെ രക്തസാക്ഷി മണ്ഡപം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിലാണ് കേട്ടോ. രക്തസാക്ഷി മണ്ഡപം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിൽ. സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദൻ. അച്യുതാനന്ദനാണ് കേട്ടോ. VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി VK മോഹൻകുമാർ എഴുതിയ 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാ? ചോദിക്കും. ഏതാണ്? ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. ഉഷ്ണരാശി എന്ന് ഓർത്താൽ മതി കേട്ടോ. ഉഷ്ണരാശി ഏതാണ്? പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിയിട്ട് VK മോഹൻകുമാർ എഴുതിയിട്ട് അത് വയലാർ അവാർഡ് കിട്ടി കേട്ടോ. ആ ഒരു കൃതിയാണ് ഉഷ്ണരാശി. നോക്കിക്കേ, തോൽവിറക് സമരം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. തോലൊടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കാസ് കിട്ടും ഇല്ലേ? കാസർഗോഡ്. തോൽവിറക് കാസർഗോഡ്. ഓക്കെ. വർഷം പറഞ്ഞേ? 1946. 1946 തോൽവിറക് സമരം നടന്ന സ്ഥലം ചോദിച്ചിട്ടുണ്ട്. ചീമേനിയാണ് കേട്ടോ. ചീമേനിയാണ് കേട്ടോ. ചീമേനി മറക്കല്ലേ. പിന്നെന്താണ്? അതിന് സമരനായികയും ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കാർത്യായനിയമ്മയാണ്. സമരനായിക ആരാണ്? കാർത്യായനിയമ്മ. ഓക്കെ. മാഹി വിമോചന സമരം. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആണ് കേട്ടോ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? IK കുമാരൻ മാസ്റ്റർ. ഓക്കെ. അതുപോലെ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? IK കുമാരൻ മാസ്റ്ററിനെ തന്നെയാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് കേട്ടോ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് മറക്കരുത് കേട്ടോ. അപ്പം ഈ ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയ വർഷം ഏതാണെന്നറിയാമോ? 1954 കേട്ടോ. 1954. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. 1954. ഓക്കെ. അപ്പം നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നതിന് ശരിയല്ലാത്തത് ഏതാണെന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്താണ് ശരിയല്ലാത്തത്. പാലിയം സത്യാഗ്രഹമാണ് ശരിയല്ലാത്തത് കേട്ടോ. വൈക്കം സത്യാഗ്രഹം TK മാധവൻ. ശരിയല്ലേ? ശരിയാണ്. വൈക്കം സത്യാഗ്രഹം TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് ലീഡറാണ് TK മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം TK മാധവൻ. വൈക്കം സത്യാഗ്രഹം K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം മറക്കല്ലേ. പിന്നെ പരസ്പരം ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബന്ധമുള്ളത് വാഗൺ ട്രാജഡി മലബാർ കലാപവുമായിട്ട് ബന്ധമില്ല. 1921 തന്നെയല്ലേ രണ്ടും? പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ അത് ബന്ധമുണ്ട്. 1946 പുന്നപ്ര വയലാർ സമരം കേട്ടോ. അപ്പം അത് കിട്ടുമല്ലോ, അത് കിട്ടും. ഓക്കെ. താഴെ പറയുന്നവയിൽ ശരിയായ കാലക്രമണ അനുസരിച്ച് കണ്ടെത്തുക. ക്ഷേത്രപ്രവേശന വിളംബരമാണോ, വൈക്കം സത്യാഗ്രഹമാണോ, പാലിയം സത്യാഗ്രഹമാണോ, ഗുരുവായൂർ സത്യാഗ്രഹമാണോ? ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം കേട്ടോ. അപ്പം നിങ്ങൾ ഓരോ വർഷം എഴുതി വെച്ച്, അതായത് ഈ 2 വീഡിയോ കണ്ടവർക്ക് ഇത് നന്നായിട്ട് കണ്ടെത്താൻ പറ്റും. ഈ ഒരു ഉത്തരം കിട്ടാൻ പറ്റും. നിങ്ങൾ തന്നെ നോക്കൂ കേട്ടോ. ഞാൻ പറയുന്നില്ല. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ. അതിൻ്റെ വർഷങ്ങളെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. താഴെ തന്നിരിക്കുന്ന സംഭവനെ ക്രമപ്പെടുത്തി എഴുതുക. കയ്യൂർ സമരമാണോ, നിവർത്തന പ്രക്ഷോഭമാണോ, പുന്നപ്ര വയലാർ സമരമാണോ, പൂക്കോട്ടൂർ യുദ്ധമാണോ? ഏതാണ് ആദ്യം നടന്നത്? പൂക്കോട്ടൂർ യുദ്ധമാണ്. 1921 പൂക്കോട്ടൂർ സമരമാണ് ആദ്യം നടന്നത്. പിന്നെ നടന്നത് ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്.
മറ്റേത് 1921 പിന്നെ 1932 കയ്യൂർ സമരം എന്നാണ് 1941 കയ്യൂർ സമരം 1941 പിന്നെ പുന്നപ്ര വയലാർ സമരം 1946. ഓക്കെ, കിട്ടും. ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഞാൻ വർഷം പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതും കാലക്രമണം അനുസരിച്ച് എഴുതുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പുന്നപ്ര വയലാർ സമരം, തിരുക്കൊച്ചി സംയോജനം, പിന്നെന്താണ് വാഗൻ ട്രാജഡി, കയ്യൂർ ലഹള, ഇതെല്ലാം കിട്ടുമല്ലോ. പുന്നപ്ര വയലാർ സമരം എന്നാണ് 1946, തിരുക്കൊച്ചി ഏതാണ് 1949, വാഗൻ ട്രാജഡി എന്നാണ് 1921, കയ്യൂർ സമരം എന്നാണ് കയ്യൂർ 1941. അപ്പോൾ അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ വർഷം 1793 മുതൽ 1797 വരെ, 1793 മുതൽ 1797 വരെ, മറക്കല്ലേ. രണ്ടാം പഴശ്ശിയുടെ കലാപവും ചോദിച്ചിട്ടുണ്ട്, 1800 മുതൽ 1805 വരെ, 1800 മുതൽ 1805 വരെ. കുണ്ട്രവിളംബരം 1809 ആണ്, കുണ്ട്രവിളംബരം വേലുത്തമ്പി ദളവ. 1812 കുറിച്യ കലാപമാണ്, കുറിച്യ കലാപം. പിന്നെന്താണ് മലയാളി മെമ്മോറിയൽ നോക്കി 1891. ഓക്കെ, ഈഴവ മെമ്മോറിയൽ 1896. മലയാളി മെമ്മോറിയൽ GP പിള്ളയാണ്, ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവാണ് കേട്ടോ. ക്ഷേത്രപ്രവേശന തളിക്ഷേത്ര പ്രക്ഷോഭം 1917. ഇനി നോക്കിയ പൗരസമത്വവാദ പ്രക്ഷോഭം 1919 കേട്ടോ. പൗരസമത്വവാദ പ്രക്ഷോഭം 1919 കേട്ടോ. പിന്നെ വാഗൻ ട്രാജഡി 1921. പിന്നെന്താണ് വൈക്കം സത്യാഗ്രഹം 1924. പിന്നെ വേറെ ഗുരുവായൂർ സത്യാഗ്രഹം നോക്കി 1931 ഗുരുവായൂർ സത്യാഗ്രഹം. നിവർത്തന പ്രക്ഷോഭം വളരെ ഇമ്പോർട്ടൻ്റ്, 1932, 1932. 1936 എന്താണ് വൈദ്യുത പ്രക്ഷോഭം. ഓക്കെ, കടയ്ക്കൽ പ്രക്ഷോഭം 1938. അതുപോലെ കല്ലറ പാങ്ങോട് സമരം 1938 തന്നെയാണ് കേട്ടോ. 1946 പുന്നപ്ര വയലാർ സമരം, അതറിയാലോ. 1946 കരിവള്ളൂർ സമരം കേട്ടോ. കരിവള്ളൂരും സമരം 1946 തന്നെയാണ്. തോൽവിറക് 1946. കുട്ടംകുളം സമരവും 1946. 1946 4 സമരങ്ങളുണ്ട്: പുന്നപ്ര, കരിവള്ളൂര്, തോൽവിറക്, കുട്ടംകുളം. പിന്നെ മാഹി വിമോചന സമരം എന്നാണ് 1948 കേട്ടോ. 1948 കേട്ടോ. ആ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ, ഐക്യ കേരള പ്രസ്ഥാനം, ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം. ഓക്കെ, അത് നോക്കിക്കേ, 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് കേട്ടോ. 1921 അഖില കേരള, എപ്പോഴും ചോദിക്കും കേട്ടോ ഒറ്റപ്പാലം. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഒറ്റപ്പാലത്തിന് ഈ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശമാണ് കേട്ടോ. അപ്പം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നല്ല പ്രകാശം തോന്നില്ലേ, ദൈവം ഒറ്റയ്ക്ക് കേട്ടോ. അപ്പോൾ ടി പ്രകാശം ഒറ്റപ്പാലം 1921 ഒറ്റയ്ക്ക് കേട്ടോ. 1 കേൾക്കുമ്പോൾ ഒറ്റപ്പാലം, ടി പ്രകാശം കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കണം, ടി പ്രകാശം. അതുപോലെ എന്താണ്, ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ് കേട്ടോ. അപ്പം അതൊന്ന് ഓർത്തിരിക്കണേ. പിന്നെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം, പയ്യന്നൂർ ആരാ? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, എപ്പോഴും ചോദിക്കുന്നതാണിത്. ജവഹർലാൽ നെഹ്റു ആണ് 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടന്ന് ചോദിക്കും. നെഹ്റു ഒരു പയ്യനാണെന്ന് ഓർത്താൽ മതി, നെഹ്റു ഒരു പയ്യനായിരുന്നു. അപ്പോൾ പയ്യന്നൂരിൽ നെഹ്റു. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം കേരളം ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനമാണ് പയ്യന്നൂരിൽ വെച്ച് നടന്നത്. അതിൻ്റെ ആരായിരുന്നു? നെഹ്റുവാണ്. ഓക്കെ, അപ്പം പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? കെ കേളപ്പനാണ് കേട്ടോ. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത് കെ കേളപ്പൻ. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് പയ്യന്നൂർ സമ്മേളനത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ 1947 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂർ. അപ്പം നോക്കിക്കേ, കെ കേളപ്പൻ്റെത് എവിടെയാണ്? തൃശ്ശൂരാണ്. കെ കേളപ്പൻ്റെ 1947 തൃശ്ശൂർ. 1947 തൃശ്ശൂർ. ഓക്കെ, മറക്കല്ലേ, കെ കേളപ്പൻ്റെ തൃശ്ശൂർ 1947 എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. പിന്നെ എന്താണ്,
അപ്പോൾ താണ്ട് നോക്കിക്കേ, 1900 അവിടെ ഒരു ബോക്സിൽ അവർ കൊടുത്തിട്ടുണ്ട്. 1921 ഒറ്റപ്പാലം ടി പ്രകാശം. ഓക്കെ, പിന്നെ പയ്യന്നൂർ 1928 പയ്യന്നൂരിൽ നെഹ്റു. 1928 പയ്യന്നൂരിൽ നെഹ്റു. പിന്നെ എന്താണ് വടകര സമ്മേളനവും വടകരയും ഓർത്തു വെച്ചേക്കും, 1931. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ തൃശ്ശൂർ കെ കേളപ്പൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അത് ഒന്ന് ഓർത്തു വെച്ചേക്കുക. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നോക്കിക്കേ, 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് 1949 അല്ലേ. അപ്പോൾ തിരുവിതാംകൂർ കൊച്ചി ഒരുമിച്ചായി അല്ലേ. അപ്പം നോക്കിക്കേ, പിന്നെന്താണ് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? പറവൂർ ടി കെ നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? പറവൂർ ടി കെ നാരായണപിള്ള. അവസാന മുഖ്യമന്ത്രി ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അവസാന മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. മറക്കല്ലേ. തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? ആനി മെസ്ക്രിനാണ്. ആദ്യത്തെ വനിതാ മന്ത്രി ആനി മെസ്ക്രിൻ. ഓക്കെ, ഇനി നോക്കി 1956 ശേഷമുള്ള കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രമാണ് കേട്ടോ. നിയമസഭയാണ്. നമ്മൾ എന്നാണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്? കേരളത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 1957. 1957 കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി കേട്ടോ. അപ്പം നോക്കി, കേരളത്തിലെ നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നത് 1957. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ മുഖ്യമന്ത്രി ആരായിരുന്നു അന്ന്? EMS ആയിരുന്നു. ധനകാര്യം സി അച്യുതമേനോൻ. വ്യവസായം KP ഗോപാലൻ. തൊഴിലൊക്കെ ആരായിരുന്നു? ട്രാൻസ്പോർട്ടും TB തോമസ് ആയിരുന്നു. ഓക്കെ, ഇതൊന്ന് ഓർത്ത്. തദ്ദേശം ആരായിരുന്നു? ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. ഓക്കെ, പബ്ലിക് വർക്ക്സ് TA മജീദ് ആയിരുന്നു കേട്ടോ. വിദ്യാഭ്യാസം മുണ്ടശ്ശേരി. ഓക്കെ, ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു? KR ഗൗരിയമ്മയാണ് കേട്ടോ. KR ഗൗരിയമ്മ ഓർത്തിരിക്കണേ. റവന്യൂ ആണ് KR ഗൗരിയമ്മ. VK കൃഷ്ണയ്യർ ഏതായിരുന്നു? നിയമവും വൈദ്യുതി ആഭ്യന്തരം ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ആരോഗ്യം ആരായിരുന്നു? AR മേനോൻ. ഓക്കെ, അപ്പം EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ? കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ EMS ആണ്. ഓക്കെ, 1.25 കോടി മലയാളികൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഏതാണ്? EMSൻ്റെ ആണ്. 1.25 കോടി മലയാളികൾ ആരുടെയാണ്? EMSൻ്റെ ആണ്. അപ്പം അത് EMSൻ്റെ പ്രധാന കൃതികളൊന്നും നോക്കിയേ. കേരളം മലയാളികളുടെ മാതൃഭൂമി ചോദിച്ചിട്ടുണ്ട്. കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി. പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, നെഹ്റു ഐഡിയോളജിക്കൽ ആൻഡ് പ്രാക്ടീസ് ചോദിക്കുക കേട്ടോ. നെഹ്റു ഐഡിയോളജിക്കൽ ആൻഡ് പ്രാക്ടീസ്, കാറൽ മാക്സ് പുതുയുഗത്തിന്റെ 1.25 കോടി മലയാളികൾ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പീസ് ആൻഡ് മൂവ്മെന്റ് ഇൻ കേരള. അപ്പോൾ ഇതൊക്കെയാണ് EMSൻ്റെ. ഓക്കെ, EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളിൽ കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേട്ടോ EMS. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS. ഓക്കെ, അപ്പം നോക്കിക്കേ, പട്ടംതാണു പിള്ളയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്, പട്ടംതാണു പിള്ള. രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പട്ടംതാണു പിള്ള. ഓക്കെ, അതുപോലെ തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടംതാണു പിള്ള. തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായിരുന്നു, തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു, കേരള മുഖ്യമന്ത്രിയായിരുന്നു. ആരാണ്? പട്ടംതാണു പിള്ള. ഓക്കെ, കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത മുഖ്യമന്ത്രിയാണ് പട്ടംതാണു പിള്ള കേട്ടോ. അപ്പം ഈ കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ ആയതാണ് പട്ടംതാണു പിള്ള. ഓക്കെ, കേരള ജനത എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കുക. കേരളത്തിന് ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കറാണ്. ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കറാണ്. ശങ്കർ ആരംഭിച്ച പത്രമാണ് ദിനമണിയാണ് കേട്ടോ. ശങ്കർ ആരംഭിച്ച പത്രമാണ് ദിനമണി. കേരളത്തിന്റെ ആദ്യ ഉപമുഖ്യമന്ത്രിയാണ് ശങ്കർ കേട്ടോ. അപ്പം ഇത് നോക്കി, ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? PK കുഞ്ഞാണ് കേട്ടോ. ഒരു അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് പുറത്താക്കിയ ആദ്യ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആര്?
ആര്? ആർ ശങ്കർ. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് പുറത്താക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. അതുപോലെ കേരള ഉപമുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആർ ശങ്കർ. ഉപമുഖ്യമന്ത്രിയായ ശേഷം ആദ്യം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആർ ശങ്കർ. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് പുറത്താക്കിയ മന്ത്രിയാണ് ആർ ശങ്കർ. ഈ അവിശ്വാസ പ്രമേയം ആരാണ് അവതരിപ്പിച്ചത്? പി.കെ. കുഞ്ഞാണ് അവതരിപ്പിച്ചത്. പി.കെ. കുഞ്ഞ്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ ഹിസ്റ്ററി എന്ന ഹിസ്റ്ററിയുടെ PYQs എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ 3 വീഡിയോസും പിന്നെന്താണ് ഇതിൻ്റെ റിവിഷൻ എന്ന് പറഞ്ഞിട്ടേക്കുന്ന ഞാൻ 3 വീഡിയോസും പിന്നെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് ഒരു കോഡിലൂടെ എന്ന് എഴുതിയ ഒരു വീഡിയോയും, ഈ 3 വീഡിയോ കണ്ടിട്ടേ നിങ്ങൾ കേരള ഹിസ്റ്ററിയുടെ റിവിഷൻ കംപ്ലീറ്റ് ആക്കാവുള്ളൂ കേട്ടോ. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ, എന്താണ് ഉപയോഗപ്പെട്ടോ എന്നൊക്കെയുള്ള കമൻസിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പം എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് തോന്നത്തുള്ളൂ കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.